1 മുതൽ 6 വരെ എല്ലാ പ്രതികളെയും വെറുതെ വിടണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും ഇതിനകത്ത് തൃപ്തിയില്ലാത്തവരാണ്. കാരണം ഈ കേസിൻ്റെ മൊത്തം സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാൽ എല്ലാ പ്രതികളെയും 1 മുതൽ 6 വരെ എല്ലാ പ്രതികളെയും വെറുതെ വിടേണ്ടതാണ്. പക്ഷേ പ്രതികൾക്കെതിരെ കുറ്റം ഫൈൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്യാങ് റേപ്പ് ഫൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശിക്ഷ, അപ്പോൾ ശിക്ഷ കൊടുക്കുമ്പോൾ ആ ഒരുപാട് സാഹചര്യങ്ങൾ കണക്കിലെടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ആ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ജീവപര്യന്തം നാച്ചുറൽ ഡെത്ത് വരെ കൊടുക്കാവുന്ന ശിക്ഷ ഉള്ള ഒരു സെക്ഷനിൽ കോടതി എല്ലാ താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അക്യൂസിനുണ്ട് റൈറ്റ്, അതുപോലെ തന്നെ സർവൈവർക്കും ഉണ്ട് റൈറ്റ്, അങ്ങനെ എല്ലാം കൂടി നോക്കിക്കൊണ്ടാണ് 20 വർഷം ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അതും ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എല്ലാവരെയും വെറുതെ വിടണമെന്നുള്ള ഒരു ഡിഫൻസാണ് ഞങ്ങൾ എടുത്തുള്ളത്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ എടുക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് പൾസർ സുനിയുടെ വക്കാലത്തിൽ കൊണ്ടുപോയി മെമ്മറി കാർഡ് ഹാജരാക്കിയിട്ട് അവിടെ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയാൽ എന്താണ് അവസ്ഥ? പൾസർ സുനിയെ കൂട്ടിക്കയറി വിസ്തരിക്കുന്നതിന് തുല്യമാണത്. ആ ഒരു ലീഗൽ തോട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് 4-ാം പ്രതിക്ക് വേണ്ടി റൈസ് ചെയ്തത്. പക്ഷേ അത് എത്രത്തോളം അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ജഡ്ജ്മെൻറ്റ് കിട്ടിയാലേ പറയാൻ കഴിയും.